ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ്. ഞാൻ സെക്കന്ദരാബാദിൽ നിന്ന് ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു യാത്ര പോകുന്നു. ബസ്സിലാണ് പോകുന്നത്. ഈ എയർപോർട്ട് ബസ്സിൽ കണ്ടക്ടർ ഇല്ല. പിന്നെ ഞാനും പുള്ളിക്കാരനും മാത്രം, രണ്ടാൾ മാത്രമേ. പിന്നെ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇരുന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നത്. 2 മണിക്കൂർ യാത്ര ഉണ്ട് സെക്കന്ദരാബാദിൽ നിന്ന് എയർപോർട്ടിലേക്ക്. നമുക്ക് ഇനി ഇവിടുത്തെ റോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാം. പുള്ളിക്കാരൻ്റെ വർത്തമാനം പറഞ്ഞിരിക്കാനാണ്. ആന്ധ്രാക്കാരനാണോ പുള്ളിക്കാരൻ? ഞാനിപ്പോൾ ഉള്ളത് സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ എയർപോർട്ട് ബസ്സുകൾ വന്ന് നിൽക്കുന്ന, എയർപോർട്ടിൽ യാത്രക്കാർക്ക് ഉള്ള ഒരു റെസ്റ്റ് റൂമാണ്. അതിന്റെ ഒരു ഓഫീസാണ് ഈ കാണുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ എയർപോർട്ട് ബസ്. ഇപ്പൊ ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഞാൻ തനിച്ചുള്ളും, വേറെ ആരുമില്ല. ഇപ്പൊ സമയം 4:40 ആയിട്ടുണ്ട്. 4 മണിക്ക് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു റൂമിൽ. കാരണം അത് എയർപോർട്ടിലെ ബസ്സുകൾ ഇവിടെ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്തിട്ട് വേണം പോവാന്. പിന്നെ എയർപോർട്ട് യാത്രക്കാർക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇദ്ദേഹം നമ്മളുടെ ഡ്രൈവർ. പുള്ളിക്കാരൻ ആന്ധ്രാക്കാരനാണ്. അപ്പൊ ഇതിലിപ്പോ ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ അവിടെ ജാമിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഉള്ളത് ബസ്സിൽ ഞാനും പുള്ളിക്കാരനും മാത്രമേ ഉള്ളൂ, വേറെ ഒരാളും ഇല്ല. ഇപ്പൊ ബസ് നല്ല ജാമിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 40 കിലോമീറ്റർ ഏകദേശം ഒരു 1.5 മണിക്കൂറിൽ എത്തുന്നുണ്ട്. പക്ഷെ ഇന്ന് കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. ഏകദേശം 2 മണിക്കൂറിന്റെ മുകളിൽ എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ഉള്ളത്, പുള്ളിക്കാരന് തൊട്ടടുത്ത് തന്നെ. നല്ല ഒരു ഏകദേശം ഒരു 32 വയസ്സ് പ്രായമുള്ള ആളാണ്. പിന്നെ ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയും, പിന്നെ അതുപോലെ തെലുങ്ക് ഭാഷ അറിയും. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവാണ്. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഇതിൽ നമ്മളെ ബസ്സിന്റെ ക്യാമറ ഉണ്ട്. കംപ്ലീറ്റ് ഉൾഭാഗത്തുള്ള എല്ലാ ഭാഗവും ഇതിൽ നോക്കിയാൽ പുള്ളിക്കാരന് അറിയാൻ കഴിയും. ഇത് ഇലക്ട്രിക് ബസ്സാണ്. മറ്റേത് കണ്ടക്ടർ ഉണ്ടാവുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ടാവും. ഇതിപ്പോൾ ഞാനും പുള്ളിക്കാരൻ അങ്ങനെ ഒഴിഞ്ഞങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് സിറ്റിയൊക്കെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് കാണാം എല്ലാതും. ഇതിൻ്റെ പിന്നെ ഹൈദരാബാദിൻ്റെ മറ്റേ എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. चैनल एक बार मारा सर, और मोटर से रहता ना सर, संपू मोटर उधर है देखो सर. മോട്ടർ മിഷനറി റാണിഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഹൈദരാബാദിൽ. ഇവിടെ മോട്ടറുകളൊക്കെ വെക്കുന്ന ഏരിയയാണിത്. പുള്ളിക്കാരൻ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരാണ്. ഞാനും പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ ബസ്സിലുള്ളത്. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. ഇതിന് കണ്ടക്ടർ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ടക്ടർ ഇല്ലാത്തത് ഇങ്ങനെ ഫ്രണ്ടിൽ എന്നിൽ തന്നെ ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ വർത്തമാനം പറഞ്ഞെടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. स्टेशन का तेलुगु नहीं आता सर आपको? तेलुगु उधर बुद्धुడు का विग्रह रहता, अंबेडकर का विग्रह रहता. उधर असेंबली है सर. yes I know. सेक्रेटेरिएट. പുള്ളിക്കാരൻ ഓരോന്നും പറഞ്ഞു തരാണ്. ഇതൊക്കെ എനിക്ക് അറിയുന്ന തന്നെയാണ്. നമ്മുടെ ഹുസൈൻ സാഗറാണ്. അവിടെ ബുദ്ധന്റെ പ്രതിമ ഉള്ളതുണ്ട്. ഇവിടുത്തെ നിയമസഭാ മന്ദിരമുണ്ട്. അതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ അത്യാവശ്യം നല്ല വെയിലുണ്ട്. നല്ല സൂര്യന്റെ നമ്മളെ ഓപ്പോസിറ്റ് തന്നെയാണ്, നമ്മുടെ ക്യാമറന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് വലിയ ക്ലിയറും കാര്യങ്ങളും ഉണ്ടാവില്ല. റോഡ് നല്ല ബ്ലോക്കാണ്. അപ്പൊ അങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെ പോവാം. सीनियर NTR जलाया वो टाइम में टैंक माइंड के ऊपर. ऑलमोस्ट 18 to 20 स्टैचूज रहता. ओ 18 to 20 स्टैचूज है. अभी क्या है सर, शाम को रहना एक पूरा कलरफुल रहता. इधर है ऐसा लाइटिंग हीटिंग पूरा, सब लोग आके सेल्फी लेता. कभी कभी शूटिंग भी होता है इधर. सुबह अर्ली मॉर्निंग शूटिंग होता है. वो टैंक वो बिरला मंदिर है सर. बिरला मंदिर मालूम. हमारा लॉर्ड वेंकटेश्वर.
ज़्यादा रहता, इधर रहता और चारमीनार के पास भी रहता, उसको सेपरेट दाना इधर सब लोग। ബസ്സിന്റെ ഉൾഭാഗം കണ്ടില്ലേ, ആരുമില്ല, ഞാനും പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ച ആരെങ്കിലും കയറുന്നൊക്കെ, പക്ഷെ ഇപ്പോഴും കയറിയിട്ടില്ല. ഇനി ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പുള്ളിക്കാരന്. ഇത് ഹുസൈൻ സാഗർ തടാകം, അങ്ങ് ദൂരെ കണ്ട അതാണ് നമ്മൾ അംബേദ്കറുടെ പ്രതിമ, നമ്മളെ MVR ഗാർഡന്റെ അവിടെ ഉള്ള ഇതാണ്. മറ്റേ ഇതിൻ്റെ അകത്തുള്ള ഹുസൈൻ സാഗറിലുള്ള ബുദ്ധ പ്രതിമ, ആ ബോട്ടായിട്ട് പോയിട്ട് കണ്ടില്ല, അതാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ രാത്രി ലൈറ്റിൽ നല്ല ഭംഗി ഉണ്ടാവുന്നതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഞാനൊരു ദിവസം രാത്രി പിന്നെ ദിവസം വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ കാണാം. അപ്പൊ എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാണ് എന്നെ പെട്ടെന്ന് തന്നെ മടങ്ങുന്നത്. നമ്മുടെ പാർലമെന്റ് മറ്റേ നിയമസഭാ മന്ദിരാണ് ആ കാണുന്നത്. ഇതിന്റെ ജസ്റ്റ് മറ്റേ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ബിർള മന്ദിരം ഉള്ളത്. ഇങ്ങനത്തെ കുറെ കവാടങ്ങളുണ്ട് ഇങ്ങനെ പോകുന്ന വഴിയിൽ, റോഡ് സൈഡിലൊക്കെ. അപ്പൊ ഇത് നമുക്ക് ഈ റോഡ് കംപ്ലീറ്റ് കണ്ട് അങ്ങനെ പോവാം. ഫ്രണ്ടിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യാൻ നല്ല സുഖം. ഞാൻ യൂറോപ്പിലെ യാത്രയിൽ കംപ്ലീറ്റ് ഡ്രൈവറെ തൊട്ടടുത്ത് ഒരു സിംഗിൾ സീറ്റ് ഉണ്ടാവും, അതിലാണ് ഞാൻ ഇരിക്കാറുള്ളത്. അതിരുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല സ്റ്റൈലാണ്, നല്ല ക്ലിയർ ആണ്, ഗ്ലാസ് ഒക്കെ നല്ല വൃത്തിയാണ്. ഇവിടുത്തെ ഗ്ലാസ് കുറച്ച് ചളിവിളി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ ബാനറൊക്കെ ഇങ്ങനെ റൗണ്ടിലാണ് ഉണ്ടാക്കുക. സെൻട്രലിൽ വലിയ നേതാവ്, പിന്നെ അതിന്റെ ചുറ്റും നേതാവ്. ഇത് നമ്മളെ നിയമസഭാ മന്ദിരത്തിന്റെ സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് സൈഡിൽ ഇങ്ങനെ വന്നിട്ട് ലെഫ്റ്റ് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിലേക്ക് എത്തും. അതിന്റെ തൊട്ടപ്പുറത്ത് ലുമിനി പാർക്ക് ഉണ്ട്, അതിന്റെ അപ്പുറത്ത് NTR ഗാർഡൻ ഉണ്ട്, ഒക്കെ അതിന്റെ തൊട്ട ആ ഭാഗങ്ങളാണ്. ഇവിടെ ഒരു മഞ്ഞ കളർ ഉണ്ടല്ലോ, ഇതൊരു ചെറിയൊരു അമ്പലമാണ്. ഇതിന്റെ മുന്നിൽ തന്നെ ഉള്ള ഈ നിയമസഭാ മന്ദിരത്തിന്റെ ഇത് വേറൊരു പരസ്യം റൗണ്ടിലുണ്ടല്ലേ. ഇപ്പൊ ഞാൻ മെട്രോന്റെ താഴെ കൂടിയാണ് ഇപ്പൊ പോകുന്നത്. മുകളിലാണ് മെട്രോ ലൈനാണ് മുകളിലുള്ളത്, താഴെ റോഡും. में बंद है मेट्रो स्टेशन नामपल्ली. ओरिजिनल 8 इयर्स को भी वाइट ईयर नया है. हाँ नया. केरला में वो ऐसा आयल रहता था. ये हमारा थोड़ा अंदर है, वाइट कलर है. ये अच्छा ब्लैक ओरिजिनल है. ये मेट्रो स्टेशन का नाम केयर हॉस्पिटल. गांधी भवन. गांधी भवन ऐसा राइट साइड में. पुराना क्लॉक टावर.
था इधर, गार्लिक रायता। हाँ गार्लिक उल्ली उल्ली हाँ, नाम क्या है एक नाम क्या है रेड का वही सर उल्ली 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 तेलुगु में क्या बोलो उल्लीपाई। उल्लीपाई ഇവിടുത്തെ തിരക്കാണിത്. क्या पॉलिटिक्स हाँ पॉलिटिशियन सीएम सीएम इधर का चीफ मिनिस्टर। ये बॉक्स बड़ा है. ഇത് മൊത്തം ഫ്രൂട്ട് ഷോപ്പാണ്. हाँ, ഈ ഫ്രൂട്ട്സ് ഇതൊരു പാലാണ്. ഇതിന്റെ പേരാണ് മൂസി റിവർ. ഈ ബസ് എയർപോർട്ടിലേക്ക് മാത്രം ഓടുന്ന ബസ്സാണ്. ഇതിന്റെ ബാക്കില് വലിയ പെട്ടിയൊക്കെ വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും ബാക്കില് നമ്മുടെ ലോ ഫ്ലോർ ഉണ്ടല്ലോ KSRTCന്റെ ആ ഒരു മോഡൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഇതിങ്ങനെ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് സീറ്റുകൾ ബാക്ക് സൈഡിലുള്ള സീറ്റുകളാണ്. കംപ്ലീറ്റ് AC ആണ്. ഇത് ഇലക്ട്രിക് ആണ്. സെക്കന്ദരാബാദ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഇത് ചാർജ് ചെയ്ത് വെക്കുന്നത്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം. ഒരു ദിവസം പുള്ളിക്കാരൻ ഏകദേശം ഒരു 3 ട്രിപ്പ് ഓടും. 3 ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 40 40 80 8 × 3 24 240 കിലോമീറ്റർ ഓടും പറഞ്ഞു പുള്ളിക്കാരന്. മദീന എന്ന് പറഞ്ഞൊരു ഭാഗമാണിത്. ഇവിടെ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ കല്യാണത്തിന്റെ പുതിയണ്ണിന്റെയും പുയ്യാപ്പിളന്റെയും ഒക്കെ ഡ്രസ്സ് വെക്കുന്ന ഒരു ഏരിയ ആണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് അതിന്റെ ഒരു ഭാഗം ഡ്രസ്സിന്റെ കല്യാണ വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പുകളുള്ള സ്ഥലമാണ്. ഇതിവിടെ ഷാദാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ബിരിയാണി കട, ഇവിടുത്തെ പാരഡൈസ് തന്നെ വേറൊരു ബിരിയാണി കട ഉണ്ട്, അതിനോട് കിടപിടിക്കുന്ന തന്നെ ഷാദാബ്, അതാണ് ഈ ഒരു കട. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ബസ്സും കംപ്ലീറ്റ് ഇവിടെ ബ്ലോക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. ഉണ്ടല്ലേ, ഇതാണ് ആ ഒരു കട. അവിടുന്ന് ആളുകൾ പോകലും വരലും ഒക്കെ ഉണ്ട്. ഫ്രണ്ട് കണ്ടല്ലേ ഷാദാബ്. ഇതാണ് എന്റെ മോൾ ഭാഗം. ഇതെന്റെ താഴെ ഷോപ്പ് ഷാദാബ്. പിന്നെ പാരഡൈസ് അവിടെ വേറെ ഒന്നുള്ളത്. അങ്ങ് ദൂരെ കുറച്ച് മിനാരം കണ്ടില്ലേ, ഇത് പള്ളിയാന്ന് വിചാരിക്കും, പക്ഷെ ഇത് പള്ളിയല്ല. ഇതാണ് തെലങ്കാന ഹൈക്കോർട്ട്. ഈ ഒരു കെട്ടിടം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ഒരു പള്ളിന്റെ ലുക്കാണ്. പിന്നെ എന്തോ ഒരു പുരാവസ്തു, പിന്നെ പ്രസിദ്ധമായ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നും. പക്ഷെ ഇതാണ് ഇവിടുത്തെ ഹൈക്കോടതി.
ഹൈക്കോടതിയാണ് ഈ ഭാഗം. ഒക്കെ ഈ ഒരു പരിസരത്താണ് ഉള്ളത്. ഈ മദീന ഹോട്ടലും ശതാബിന്റെയും ഒക്കെ ഭാഗത്ത് തന്നെയാണ് ഇത് നിൽക്കുന്നത്. ഒക്കെ എല്ലാതും പഴയ കെട്ടിടങ്ങളാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ കൂടുതലുള്ളത്. ഇപ്പൊ ഏകദേശം രാത്രി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ തട്ടുകടകളാ, സ്ട്രീറ്റ് ഫുഡ്. ഇവിടെ 5:30 മണിയാകുമ്പോഴത്തേക്കും പിന്നെ ഇരുട്ടായിട്ട്. സമയം 5:45. ഇനി ബ്ലോക്ക് ഇല്ലാണ്ട് അങ്ങനെ ഹൈവേ കൂടി പോകും. ഹലോ, ഇപ്പൊ ബസ്സിന്റെ അകത്ത് ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഹൈവേയിൽ കൂടിയാണ് പോകുന്നത് എയർപോർട്ട് ഭാഗത്ത്. ഇനിയിപ്പോ അധികം ബ്ലോക്ക് കാര്യങ്ങളുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഡ്രൈവർക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ സാധാരണ പൊതുവെ ഈ ചന്ദനത്തിന്റെ സ്പ്രേ ആണ് ഉപയോഗിക്കാറുള്ളത്. അതിനൊരു ബോട്ടിലുണ്ട്, യാത്രക്ക് പോകുമ്പോൾ ഇപ്പോഴും കയ്യിൽ കരുതലുണ്ട്. സ്ഥിരമായിട്ട് ആ ഒരു സ്പ്രേ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളത്, ചന്ദനമായിട്ട് ബന്ധപ്പെട്ടില്ല. ആ പുള്ളിക്കാരൻ ഇതിന്റെ പിന്നെ സ്പ്രേ ഒക്കെ ഉപയോഗിക്കലുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ഗിഫ്റ്റ് എടുത്താണ്. സ്വല്പം ഉപയോഗിച്ചിട്ടുള്ളൂ, അധികം ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതിനെ കിട്ടിയ സന്തോഷത്തിലാണ് എൻ്റെ അമ്മക്ക് വിളിച്ച് ഫോൺ ചെയ്തൊക്കെ പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ കേരള ടൂറിസ്റ്റ് ഒരാൾ എനിക്ക് ചന്ദനത്തിന്റെ സ്പ്രേ ഒക്കെ തന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. ഇനി കേരളത്തിൽ വരുമ്പോൾ വിളിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. എയർപോർട്ടിൽ എത്തുമ്പോൾ ഇനി വിളിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാ കമ്പനിയായിട്ട് അങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോ എയർപോർട്ടിലേക്ക് അധികം ദൂരമൊന്നുമില്ല, പെട്ടെന്ന് എത്തും. డిపార్చరా మీరు కూడా? ఓకే, తమ్ముడే. అయిపోయినా వచ్చేసి ഏകദേശം ഒരു 4:15 കയറിയതാ. ഇപ്പൊ സമയം 6:20 അയക്കുന്നത്. അപ്പൊ 4, 5, 6 ഏകദേശം 2 മണിക്കൂർ തന്നെയാണ്. ആ ഒരു ബ്ലോക്ക് ആയതുകൊണ്ട് മാത്രം ഹൈവേയില്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ വിട പറയാണ്. ഓക്കെ, ബൈ. ബൈ സർ. അങ്ങനെ ഞാൻ ഇറങ്ങുകയാണ്. ഇതാണ് നമ്മളുടെ ബസ്. ഇനി നമുക്ക് എയർപോർട്ട് കാഴ്ചകൾ അടുത്തതിൽ കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.